ഉയ് പ്ലാസ്റ്റിക് കത്തി മണക്കുന്നുണ്ടല്ലോ. അതാ മനോഹരന്റെ പണിയായിരിക്കും. ഇനി വാജാനു നമുക്കിന്ന് രണ്ടിലൊന്നറിയണം. അല്ല മനോഹര, ഞാളെല്ലാം മനുഷ്യന്മാരാ, അല്ലാണ്ട് ബായക്കൊലയല്ല. ഇങ്ങനെ പുകയിട്ട് പകുപ്പിക്കുവേ. പിന്നെ ഞാനിതെന്താക്കാനാ? 3 നേരം വാരി വലിച്ച് തിന്നാനാ? ശരിയാ, ഞാള് 3 നേരം വേയിച്ചല്ലേ തിന്നല്. രാവിലെ പാലിന്റെ കവറ് കൊണ്ട് ചപ്പാത്തി, ഉച്ചക്ക് കുപ്പിച്ചില്ലിന്റെ ചോറ്, പൊട്ടിയ പിഞ്ഞാണത്തിന്റെ കൂട്ടുവനും. ചോറിന്റെ കൂടെ വള്ളി പൊട്ടിയ ചെരുപ്പ് നിർത്തിപ്പൊരിച്ച വേറെ ഉണ്ടാവും. നിങ്ങൾ രണ്ടാളും കൂടിയോ ആളെ പൊട്ടനാക്കും വന്ന? എല്ലാന്ന് പ്ലാസ്റ്റിക് കത്തിച്ച പുകയില് ഡയോക്സിൻ ഉണ്ട്. അത് ശ്വസിച്ച എമ്മക്കെല്ലാം ക്യാൻസറാ വരുവാ. നിങ്ങൾക്ക് ഇതല്ലേ ഹരിതകർമ്മസേനക്ക് കൊടുത്താ പോരെ? എന്റെ കുട്ടി, ഇതൊക്കെ നേരത്തെ പഞ്ചായത്തുകാർ ഫ്രീ ആയിട്ട് കൊണ്ടുപോയതാ. ഇപ്പൊ അവർക്ക് വേസ്റ്റ് എടുക്കുന്നതിന് പൈസ കൊടുക്കണം. പണം പിണുങ്ങുവാനുള്ള ഓരോ പരിപാടി. മനോഹരമായിരിക്കുന്നു മനോഹര. എനിക്ക് മണങ്ങോദരെന്നാ പേര് ചേരുക. 2016 കേന്ദ്ര സർക്കാരിന്റെ പ്ലാസ്റ്റിക് മാലിന്യ പരിപാലന നിയമം അനുസരിച്ചാണ് പൈസ വാങ്ങുന്നത്. അതില് തട്ടിപ്പൊന്നുമില്ല. അല്ലടോ, സർക്കാർ തരുന്ന കറണ്ടിനും വെള്ളത്തിനെല്ലാം നമ്മൾ പൈസ കൊടുക്കുന്നില്ലേ? അപ്പൊ ഈ സേവനത്തിന് ചെറിയൊരു തുക കൊടുക്കുന്നതിന് എന്തെന്നാ പ്രശ്നം? ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് വെറുതെ ഉണ്ടാവുന്നതല്ലോ. ഇതൊക്കെ സർക്കാരിന് നിരോധിച്ചാ പോരെ? ഇപ്പൊ മാർക്കറ്റിൽ പോയാല് വിഷം വാങ്ങാൻ കിട്ടൂല്ലേ? സർക്കാർ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇഞ്ഞത് വാങ്ങി കുടിക്കുക. ഉയ് അതില്ല. എന്നാലും വേസ്റ്റ് എടുക്കാൻ പൈസ എന്ന് പറയുമ്പോ ഒരു ഇത് പറയുന്ന കേട്ടാ വിചാരിക്കൂ ഒരു പറമ്പ് വാങ്ങുവാനുള്ള പൈസ ആയി കൊടുക്കുന്നു. എന്തെല്ലാം കാര്യത്തിന് നമ്മൾ വെറുതെ പൈസ ചെലവാക്കുന്ന മനോഹര. ഇതൊരു നല്ല കാര്യത്തിനല്ലേ? ഇനി ഒരു സ്ഥാപനം നടത്തുന്ന ആളല്ലേ? ആടത്തെ വേസ്റ്റല്ലേ ഇനി ചാക്ക് കെട്ടിയിട്ട് പുഴയിലെറിഞ്ഞ കാര്യമെല്ലാം നാട്ടുപാട്ടാ. ഇതെല്ലാം മോശമല്ല മോനെ. നാടും വീടും കടലും പുഴയും കുപ്പത്തൊട്ടിയെ മാറിയാല് ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും ചേട്ടാ? കേട്ടോ, ഈ ചെറിയ പൈതല് ചോദിക്കുന്ന കേട്ടോ, മാറി ചിന്തിക്കുന്ന പുതിയ തലമുറയാ വരാൻ പോന്ന്. നമ്മളിപ്പോഴും തിരിച്ചറിവില്ലാതെ കഴിഞ്ഞുകൂടിയാ മതിയോ? ഇഞ്ഞുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം എനിക്കെന്നല്ലേ? ഇത് നമ്മള് ചെയ്യുന്നതിന് പകരം ഹരിതകർമ്മസേന ചെയ്യുന്നു. മനോഹര, ഓലിക്ക് പഞ്ചായത്തിൽ നിന്ന് വേറെ ശമ്പളമൊന്നുമില്ല. ഇതുകൊണ്ട് വേണം ജീവിക്കുവേ. ഇഞ്ഞെപ്പോലത്തെ ആളുകൾ എല്ലാരും ഇങ്ങനെ ചിന്തിച്ചാലേ മാലിന്യ കൂമ്പാരം കൊണ്ട് നാട് നശിക്കൂ. വളരെ തുച്ഛമായ പൈസയല്ലേ ആന്നുള്ളൂ. പിന്നെന്തിനാ ഇങ്ങനെ മസില് പിടിക്കുന്നത്? നമ്മുടെ നാടും വികസിത രാജ്യങ്ങളെ പോലെ ആകാൻ നമ്മൾ തന്നെ മനസ്സ് വെക്കണം. വീടുകളിലെ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മസേനക്ക് കൈമാറണം. അതുപോലെ തന്നെ കടകളിലൊക്കെ ബേസ്ബിന്നും വെക്കണം. എന്റെ പൊന്നു കേളപ്പട്ട, ഇതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. കാലങ്ങളായി ചെയ്തു പോരുന്നതായതുകൊണ്ട് അറിയാതെ കത്തിച്ചു പോയതാ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ഇതൊക്കെ തരംതിരിച്ച് ചാക്കിൽ കെട്ടി ഹരിതകർമ്മസേനക്ക് കൊടുത്തോളാം. ഇപ്പോഴാ നീ ശരിക്കും മനോഹരനായത്. പുറമേ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്ന നമ്മൾ തന്നെയാ ഈ നാട് വൃത്തികേടാക്കുന്നത്. ഈ ഹരിതകർമ്മസേനയാ ഇതൊക്കെ വൃത്തിയാക്കുന്നത്. ഇവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. നാട് മാലിന്യമുക്തമാക്കാൻ നമുക്ക് ഒരുമിക്കാം.